ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് ഈർക്കിളി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ. പിങ്ക് ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ ഈ ഒരു പീസിൻ്റെ അതായത് ഈ ഷീറ്റിൻ്റെ നീളത്തിലും നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തിട്ടെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഒരു സ്കെയിലിൻ്റെ വിടുത്തിലാണ് ഇത്. സ്കെയിലിൻ്റെ വിടുത്ത് കറക്റ്റൊന്നുമല്ല, എന്നാലും ഒരു ഏകദേശം ഐഡിയ പറഞ്ഞു തന്നാണ്. പിന്നെ നമുക്കിതുപോലെ ഗമ്മ് ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണോ ഫേവി ബോണ്ടോ എന്താ വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിനി ഗമ്മൊന്നും താഴേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് താഴെ ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈർക്കിളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം. കണ്ടില്ല? ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈർക്കിളി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. മുകൾ വശം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുകൾ വശം ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. പിന്നെ ആ ഒരു ഫോൾഡിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോൾഡിങ് ഇതുപോലെ കൊടുക്കുക. പിന്നെയും ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. പിന്നെയും ഫോൾഡിങ് കൊടുക്കുക, പിന്നെയും റോൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നത് വിശദമായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. മുകൾ വശത്തെ ഫോൾഡിങ് കഴിയോളം നമ്മൾ റോൾ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത് നമ്മൾ മുകൾ വശം ഫോൾഡ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഗ്ലിറ്റർ ഉള്ള ഭാഗവും ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗവും നമ്മുടെ ഈ ഫ്ലവറിന് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ ഇല്ലാത്തയാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു മോഡലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ലാസ്റ്റ് വരെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലെ ഗമ്മ് യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിനൊന്ന് ഗ്രീൻ കളർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. ജസ്റ്റ് ഫേവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗമ്മോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഗ്രീൻ A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ റോസ് ഫ്ലേവറിൻ്റെ ഒക്കെ താഴെ ഉണ്ടാവില്ല, അതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് താഴെ ഈ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ജസ്റ്റ് നിവർത്തുമ്പോൾ ഇതേ ഹോളായി കിട്ടും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സംഭവം ഇതുപോലെ ഇറക്കി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ആ ഒരു ഭാഗത്ത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കത്രിക യൂസ് ചെയ്തിട്ടാണ് പ്രസ് ചെയ്യുന്നത്, എൻ്റെ കൈമ ഗമ്മാവെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറേ ലീഫൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ വയലറ്റ്, പിന്നെ ക്രീം കളറ്, പിങ്ക് കളർ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീം കളറുള്ളത് ഗ്ലിറ്റർ ഷീറ്റ് അല്ല കേട്ടോ, ഗ്ലിറ്റർ ഇല്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ റിബൺ വെച്ചൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ സാധാ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കാർഡൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ബോക്സുമൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പ്രേൻ്റെ ബോട്ടിൽമേ ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിന് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലിറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ഫ്ലേവർ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് ഒക്കെ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.